ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഞ്ഞുകാലത്ത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കാലുകൾ, അതായത് ഉപ്പൂറ്റി വിണ്ട് കീറുന്ന അവസ്ഥ, വല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ വരണ്ട ചർമ്മക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അവരിപ്പോൾ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ആയിട്ടുണ്ടാകും. വിണ്ടുകീറലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം. നമുക്ക് ദാഹം തോന്നുന്നില്ല എങ്കിൽ പോലും നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ വരൾച്ചയൊക്കെ അകറ്റാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വിണ്ടുകീറൽ അകറ്റാനുള്ള ഹോം റെമഡിയിലേക്ക് പോവാം. ആദ്യം തന്നെ കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ കാലിൽ തേച്ച് പിടിപ്പിക്കുന്നത്. കാലിൻ്റെ മുകളിലും അതേപോലെ തന്നെ താഴെ ഭാഗത്തും പാദങ്ങളിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നിന് പറ്റിയ ഏത് ഓയിൽ ഉപയോഗിക്കാം. ദന്തംപാല ഓയിൽ വാങ്ങിയിട്ടുള്ളവർ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സമയക്കുറവുള്ളവർ 5 മിനിറ്റ് ആണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം, അതായത് ചെറു ചൂടുള്ള വെള്ളം ഒരു ബേസിനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അര നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഷാമ്പു കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കാലുകൾ അതിൽ മുക്കി വെച്ച് കുറച്ച് സമയം റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. ഒരു 15 മിനിറ്റൊക്കെ നേരം ഇരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന ദിവസം. നാരങ്ങയിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നമ്മുടെ പാദങ്ങളിലെ അസ്വസ്ഥത കുറയ്ക്കാനായിട്ടും വിണ്ടുകീറൽ അകറ്റാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സമയമില്ലാത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് വിണ്ടുകീറലുള്ള ഭാഗത്തൊന്നും മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫുഡ് സ്ക്രബ്ബറോ അല്ലെങ്കിൽ ലൂഫയോ ഉപയോഗിച്ചിട്ട് കാലൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കാം. അപ്പോൾ ആ ഡെഡ് സ്കിന്നൊക്കെ ഉള്ളത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ ഷാമ്പു ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കാലിലെ അഴുക്കൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പൂറ്റിക്ക് മാത്രമല്ല, നമ്മുടെ വിരലുകൾക്കും വളരെ നല്ലതാണ്. വിരലുകളുടെ നഖങ്ങളുടെ ഇടയിലൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീനായി മാറിക്കിട്ടാനായിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് നേരം സ്ക്രബ് ചെയ്യുകയൊന്നും ചെയ്യരുത്. കാര്യം കാലിന് പ്രശ്നം ആവരുത്. പ്രത്യേകിച്ച് ഒരുപാട് ഡീപ്പായിട്ട് വിണ്ടുകീറലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു സ്ക്രബാണ് കാൽപാദങ്ങളിൽ കൊടുക്കാൻ പോകുന്നത്. കാലിൻ്റെ അടിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നാരങ്ങ തൊണ്ടിൽ, നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തൊണ്ടിൽ കുറച്ച് കോഫി പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാൽപാദങ്ങൾക്ക് മസാജ് കൊടുക്കുകയാണ്. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട പാട്, കരിവാളിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ കാലൊക്കെ കഴുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്തത് വേദിക് ലൈൻ്റെ സോഫ്റ്റ് ഹീൽ ക്രീമാണ്. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒലിവ് ഓയിൽ തന്നെ അപ്ലൈ ചെയ്താലും മതി. നമ്മൾ കാലൊക്കെ കഴുകി വന്നതിന് ശേഷം ഓയിൽ പാദങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യം ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുമ്പായിട്ട് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കാലിപ്പോൾ നന്നായിട്ട് ഒറ്റ യൂസിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സോക്സ് കൂടി കാലിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ കാലിൽ സോക്സ് ഇടുന്നതുകൊണ്ട് വരൾച്ചയെ തടയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല കേട്ടോ, കാലിൽ തരിപ്പും കഠിനമായ വേദനയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ സോക്സ് ഇട്ട് കിടന്നുറങ്ങിയാൽ മതി. നല്ല ഉറക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. അതുവരെ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.